തൊഴിൽ തട്ടിപ്പിന് ഇരയായി 5 അംഗ മലയാളി കുടുംബം 5 മാസമായി ഇറ്റലിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി പരാതി. തിരുവനന്തപുരത്തെ ട്രിവിയൽ ചാപ്റ്റർ റിക്രൂട്ടിംഗ് ഏജൻസിക്കെതിരെയാണ് പരാതി ഉയർന്നത്. ലക്ഷങ്ങൾ ഇവർ തട്ടിയെടുത്തതായും വിദേശത്ത് കുടുങ്ങിയ യുവതി ജനം ടിവിയോട് വെളിപ്പെടുത്തി. MBA, M.Tech ഇതൊക്കെയുള്ള ആൾക്കാരെ തന്നെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുവാണ്. പക്ഷേ നമുക്ക് ഇറ്റലിയിൽ ജോലി കിട്ടണമെങ്കിൽ അസൈലം വച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് MBAയോ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലിയും കിട്ടത്തില്ല. കിട്ടും, ലീഗലായിട്ടുള്ള പേപ്പേഴ്സ് കിട്ടിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതിന് വർഷങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വരും. ഇവർ പറഞ്ഞതുപോലെ 3 മാസത്തിനകത്ത് ജോബ് കിട്ടത്തില്ല. റെഫ്യൂജിയാണ്, നമുക്ക് ഇന്ത്യയിൽ പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾക്ക് പിന്നെ അസൈലം വേണ്ടാന്നായി. അങ്ങനെ ഞങ്ങളിപ്പോൾ IOM എന്ന് പറയുന്ന ഒരു ഏജൻസി, മീൻസ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏജൻസി വഴി തിരിച്ചു പോകാനുള്ള പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഏപ്രിൽ 4th കൊടുത്തതാണ്. എന്നാൽ അപ്പോൾ കൊസ്തൂറയിലെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാരണം ഞങ്ങൾക്ക് ഈ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഏപ്രിൽ 29 വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതൊന്ന് അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട്. ഇനിയൊരു ഫിംഗർ പ്രിൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ പാസ്പോർട്ട് തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ല. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഇനി പൈസയും ഇല്ല. റെഡ് ക്രോസ് സൊസൈറ്റിയെ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്. ഫുഡിൻ്റെ കാര്യത്തിലും റെൻറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ കിട്ടുന്ന ലോണുകളെല്ലാം എടുത്താൽ വന്നത്. ഇപ്പം നാട്ടിൽ ബാങ്കുകാരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾ ഫ്രോഡാണെന്നാണ്. ശരിയാണ്. വിവരങ്ങളുമായി ശ്രീനന്ദ, എങ്ങനെയാണ് ഇവർ പറ്റിക്കപ്പെട്ടത്? അനു, 5 മാസങ്ങൾക്ക് മുൻപാണ് ഇവർ ഇറ്റലിയിൽ എത്തിച്ചേർന്നത്. ട്രൈവൽ ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു ഏജൻസി മുഖേനയാണ് ഇവർ ഇറ്റലിയിൽ എത്തുന്നത്. ഇവർ പോർച്ചുഗൽ പോകാനാണ് ആദ്യം ഈ ഒരു ഏജൻസിയെ സമീപിച്ചത്. എന്നാൽ ഈ ഏജൻസി പറഞ്ഞത് പ്രകാരം പോർച്ചുഗലിൽ ഇവർക്ക് ജോലി ലഭ്യമാകാനുള്ള സാധ്യതകളില്ല, അതുകൊണ്ടാണ് ഇവർ ഇറ്റലിയിലേക്ക് പോകണമെന്നൊരു ആവശ്യം ഈ ഒരു ഏജൻസി ഇവരോട് ഉന്നയിച്ചത്. അങ്ങനെയാണ് ഇവർ ഈ വർഷം ജനുവരിയിലാണ് ഇറ്റലിയിൽ എത്തിച്ചേർന്നത്. എന്നാൽ ഇവരുടെ വിസ പ്രോസസ്സിങ്ങിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും ഇവരിൽ നിന്ന് 5 ലക്ഷത്തോളം രൂപ ആദ്യം വാങ്ങുകയും ശേഷം ഇറ്റലിയിൽ എത്തിച്ചേർന്ന ശേഷം 2 ലക്ഷം 3 ലക്ഷം അങ്ങനെ തവണയായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്ന ഒരു സ്ഥിതിയുമാണ് ഈ ഒരു ഏജൻസി ചെയ്തിരിക്കുന്നത്. ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി നിങ്ങൾക്ക് ഇറ്റലിയിൽ ലഭിക്കുമെന്നാണ്. ഈ ഒരു സ്ത്രീ നമ്മളോട് സംസാരിച്ച ഈ ഒരു യുവതി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഈ യുവതിക്ക് ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇറ്റലിയിൽ അവരുടെ യോഗ്യത വെച്ചിട്ടുള്ള ഒരു ജോലിയും തന്നെ ലഭ്യമാകാൻ യാതൊരുവിധ സാധ്യതകളും ഇല്ല എന്നാണ്. ഭർത്താവും കുടുംബവും 2 മക്കൾ അടങ്ങുന്ന കുടുംബമാണ്, 5 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് ഇപ്പോൾ ഇറ്റലിയിൽ പെട്ടിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ യാതൊരുവിധ ഇൻകമും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ബാക്കിയുള്ളവരെ നാട്ടിൽ വിളിച്ച് അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളെ വിളിച്ചിട്ടാണ് ഇവർ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് ഇവർ നാട്ടിലേക്ക് എത്തുക എന്നൊരു ചോദ്യം കൂടി ഇവരുടെ മനസ്സിലുണ്ട്. എത്രയും പെട്ടെന്ന് ഇവർ നാട്ടിലേക്ക് എത്തണം, അല്ലെങ്കിൽ തങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ലഭ്യമാകാൻ കണക്കിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് ലഭിച്ച് ഈ ഒരു ഏജൻസിയുടെ തട്ടിപ്പ് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണം എന്നൊരു ആവശ്യമാണ് ഈ ഒരു കുടുംബം നമ്മോട് ഉന്നയിക്കുന്നത്. ഇവർ മാത്രമല്ല, നിരവധി കുടുംബങ്ങൾ ഈ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും ഇവർ നമ്മോട് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ ഇതുപോലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് എത്താൻ അവർ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടെന്ന് ഇവർ അവിടെ ചെന്നതിന് ശേഷം ആൾക്കാരെ കണ്ടവർ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ അവിടെയുള്ള സംഘടനകളും മറ്റുടെയും കരുണ കൊണ്ടാണ് ഇവർ അവിടെ അവരുടെ ആവശ്യങ്ങൾ, ദിവസം തോറുമുള്ള ആവശ്യങ്ങളൊക്കെ ഒന്ന് പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി. ഇവർ കാട്ടാക്കട സ്വദേശിയാണ്, തിരുവനന്തപുരം. ഇവരുടെ ഭർത്താവിന് ബോംബെയിൽ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇവർ ഇറ്റലിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ ഒരു ട്രിവിൽ ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ തട്ടിപ്പ് ഇപ്പോൾ വൻതോതിൽ നടക്കുന്നു എന്നാണ് ഈ ഒരു കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അനു, ഈ ട്രിവിയൽ ചാപ്റ്റർ റിക്രൂട്ടിംഗ് ഏജൻസി എന്ന സ്ഥാപനത്തെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? അനു,
ഈ ഒരു ഏജൻസി എന്ന് പറയുന്നത് ഇവർ മുൻപും സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ യാതൊരുവിധ തെളിവുകളും ഇതിന് നമുക്ക് പറയാൻ വേണ്ടിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ തന്നെ ഈ ഒരു തട്ടിപ്പിനിരയായ യുവതി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ആ ഒരു വീഡിയോ സന്ദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ അവർ പറയുന്നുണ്ട്, തങ്ങൾക്ക് ഉണ്ടായ ഒരു ദുരനുഭവം ഇനി ഒരു കുടുംബത്തിനും അല്ലെങ്കിൽ ഇനി ഒരു വ്യക്തിക്കും ഉണ്ടാകരുത് എന്നൊരു കാര്യമാണ് പറയുന്നത്. കാരണം അത്രയും വിശ്വസ്തയോടുകൂടിയാണ് ഈ ഒരു ഏജൻസി ഇവരെ സമീപിക്കുന്നത്. ഈ ഒരു ഏജൻസി വഴി വേറെ രാജ്യങ്ങളിൽ എത്തിച്ചേർന്ന ആരുടെയെങ്കിലും നമ്പർ ചോദിച്ചപ്പോൾ ഈ ഒരു യുവതിക്ക് ലഭിച്ചത് അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നമ്പറാണ്. ഈ അരുണിനെ വിളിച്ച് യുവതി സംസാരിക്കുകയുണ്ടായി. അയാൾ പറഞ്ഞു, ഞാനിവിടെ എത്തിച്ചേർന്നു, ഒരു പ്രശ്നവുമില്ല എന്നുള്ള ഒരു ഉറപ്പ് ലഭ്യമായതോടുകൂടിയാണ് യുവതിയും കുടുംബവും ഇറ്റലിയിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഒരു ഏജൻസി എല്ലാം മുൻകൂട്ടി കണ്ട് ഒരു വ്യക്തിയെ എത്രത്തോളം പറ്റിക്കാൻ പറ്റുമോ ആ ഒരു രീതിയിലാണ് ഈ ഒരു തട്ടിപ്പ് ഇപ്പോൾ അവർ നടക്കുന്നത്. അനു, ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.